ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വണക്കം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ്. വേറൊന്നുമല്ല, നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് 5-ാം പാതിരയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് എബ്രഹാം ഓസ്ലർ. കുറേ നാൾക്ക് ശേഷം ജയറാമേട്ടൻ നായനായിട്ട് വരുന്ന ഒരു പുതിയ ചിത്രം കൂടിയാണ്. ജനുവരി 11-നാണ് ഈ ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു ചിത്രമാണ്, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചിത്രമാണ്. അതിൽ പ്രത്യേകിച്ച് കാരണം മിഥുൻ മാനുവൽ തോമസ് ആണ്. 5-ാം പാതിരയ്ക്ക് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്യുന്നു. തിരക്കഥ അദ്ദേഹമല്ല, ഡോക്ടർ രൺധീർ കൃഷ്ണനാണ് തിരക്കഥ. അപ്പം ഇത് എന്താ പറയുക, എനിക്ക് ജയറാമേട്ടൻ്റെ അങ്ങനെ ഒരു പടം കുറേ നാളുകളായി, ഒരു ഫസ്റ്റ് ഡേ ഒക്കെ എനിക്ക് പോയി കാണാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ കുറേ നാളായി. അദ്ദേഹത്തിന് സിനിമ തന്നെ തിയേറ്ററിൽ പോയി അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം ഈ സിനിമ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വരും ജനുവരി 11-ന് റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഈ ചിത്രത്തിൻ്റെ ഒരു ട്രെയിലർ ഇറങ്ങിയിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നീ എവിടെയാണ് കറങ്ങി നടക്കുന്നത്? നിനക്ക് എനിക്കൊരു സ്ഥലം തന്നിട്ടില്ലേ? അവിടെ ഇരുന്നാ പോരെ, പറയിപ്പിക്കണ്ട എന്നെ കൊണ്ടൊന്നും. എന്തിനാണ് സാറേ ഇവനൊക്കെ ഇങ്ങനെ കാശ് ചെലവാക്കി ഫുഡ് വാങ്ങി കൊടുക്കുന്നത്? സാറ് വാങ്ങി തന്ന ഈ ഫുഡ് കഴിക്കുമ്പോൾ എനിക്കല്ല വിഷമമുണ്ട്. പക്ഷെ സാറ് മാസം കൊണ്ടുവന്നി ഹോട്ടൽ ഫുഡ് മാത്രമേ ഉള്ളൂ എനിക്ക് പുറം ലോകമായ ആക്കിയുള്ള ബന്ധം. ഓസ്ലർ, ഞാനും താനുമെല്ലാം ഒരേ തൂവൽ പക്ഷികളാണടൂ. വി ആർ ഡെഡ് മെൻ വാക്കിംഗ്, ബ്രോക്കൺ, cursed, forgotten. തൻ്റെ ഭൂതകാലവുമായി താൻ പൊരുത്തപ്പെട്ടാൽ മാത്രമേ തൻ്റെ ഈ ഉറക്കമില്ലായ്മയിൽ നിന്നും തനിക്കൊരു മോചനമുള്ളൂ. തൻ്റെ ഇൻസോംനിയ ക്രോണിക് ആയിട്ടുണ്ട് ഇപ്പോൾ. താൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ വരെ തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് വൻതോതിൽ രക്തസ്രാവം വന്നുള്ള മരണം. It's a number 11 scalpel, both pointing and piercing. അയാൾക്ക് ആൾക്കാരെ നന്നായിട്ട് പേടിപ്പിക്കാറിയ ഒരുമാതിരി പ്രേതങ്ങളുടെ ശബ്ദം പോലെ. Kind of strange, അല്ലേ? Anything can happen to anyone, anytime, അല്ലേ? ജീവിച്ച് മതിയായ ഒരു മനുഷ്യനെ നമ്മളിനി എന്തു പറഞ്ഞ് ഭയപ്പെടുത്താൻ? അയാളുടെ കണ്ണുകളിലുണ്ടല്ല. I think you deserve to know. ദൈവവും പരദീസയുമെല്ലാം എന്നേ കൈവിട്ടവരാണ് നമ്മൾ. നരകങ്ങളുടെ ആഴക്കയങ്ങൾക്ക് പോലും വേണ്ടാത്തവർ. നമ്മുടെ ശാപമോക്ഷത്തിനായി ഒടുക്കം ചെകുത്താൻ തന്നെ നേരിട്ട് ഇറങ്ങിയാലോ ഓസ്ലർ? അയാളുടെ കയ്യിലുണ്ടെങ്കിലോ ഒരു ഡെവിൾസ് ഓൾട്ടർനേറ്റീവ്. കൊള്ളാം, നല്ല ഗംഭീര ട്രെയിലർ. മമ്മൂക്കയുടെ ലാസ്റ്റ് വോയിസ് രക്ഷയില്ല. എന്തായാലും നല്ലൊരു ട്രെയിലർ. ജയറാമേട്ടൻ്റെ ഒരു സിനിമയിൽ ആദ്യമായിട്ട് നല്ലൊരു ട്രെയിലർ കാണാൻ പറ്റിയത്. ഒരു സാധാരണ ഒരു ക്രൈം ത്രില്ലർ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയാണെങ്കിൽ ഇതൊരു ഗംഭീരമായുള്ള ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ ഗംഭീരമായ സിനിമയായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നല്ല ജയറാമേട്ടൻ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ ആകെ മാറിയിരിക്കും. സാധാരണ ജയറാമേട്ടൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് എല്ലാം മാറി നല്ല രീതിയിൽ അദ്ദേഹം വേറൊരു ജയറാമേട്ടൻ കഥാപാത്രമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ട്രെയിലറിൽ. പിന്നെ ഇതിനകത്ത് ഒരു BGM കേട്ടില്ല, അതൊരു നമ്മുടെ 5-ാം പാതിരയിലെ സൈക്കോ സൈമാണോ പുള്ളി വരുമ്പോൾ ഒരു BGM ഇല്ലേ, അതുമായിട്ട് നല്ല സാമ്യമുള്ള ഒരു BGM ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. എന്തായാലും സംഭവം ഗംഭീരമായിട്ടുണ്ട് ട്രെയിലർ. നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ കാണാൻ ഒരു ആകാംക്ഷ കൂടുന്ന തരത്തിലുള്ള ഒരു ട്രെയിലർ. അതുപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ഇമോഷണൽ ക്രൈം ഡ്രാമ. ഇത് കൂടുതലും മെഡിക്കൽ പരമായിട്ടുള്ള ക്രൈം ഒക്കെയാണെന്ന് തോന്നുന്നു. ഇതിൽ എനിക്ക് ഈ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ 1-2 വട്ടം ട്രെയിലർ ഒന്ന് കണ്ട്. അപ്പോൾ എനിക്ക് കണ്ടപ്പം എൻ്റെ മനസ്സിൽ അറിയാതൊരു ഫീൽ ചെയ്തത്, ഇതിൽ സിദ്ദീഖിക്കയുടെ വോയിസ് ഉണ്ട്, അതിൽ മമ്മൂക്കയുടെ ഉണ്ട്, മിക്സ് ചെയ്തിട്ടല്ലേ. അതുപോലെ തന്നെ ട്രെയിലർ പറയുന്നുണ്ട് പേടിപ്പെടുത്തുന്ന സൗണ്ടുകളൊക്കെ പുറപ്പെടുപ്പിക്കും. അപ്പോൾ ഇതിലൊരു കൊലപാതകി അല്ലെങ്കിൽ ഒരു കില്ലർ ഒരു മിമിക്രി കളിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ മിമിക്രി കൊണ്ട് ഈ ആൾക്കാരെ വെട്ടിലാക്കുന്ന ഒരു പരിപാടി. അത് ചെയ്യാൻ കൂടുതൽ സാധ്യത ജയറാമേട്ടനാണ്. സിദ്ദീഖിക്കയുടെ വോയിസും മമ്മൂക്കയുടെ വോയിസും ഇമിറ്റേറ്റ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു, അതായത് ഇവർ ഡബ്ബ് ഇവർ തന്നെ ആയിരിക്കും സൗണ്ട് കൊടുത്തെങ്കിലും ഇതിൽ ജയറാമേട്ടൻ മിമിക്രി അവതരിപ്പിച്ച് പുള്ളി തന്നെ ചെയ്യുന്ന ഒരു കൊലപാതകമാണോ എന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതാണ്. ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല, എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി. കാരണം ഇതൊരു എനിക്ക് സിദ്ദീഖിക്കെ കാണിക്കണം. സാധാരണ പുള്ളി എന്താ കാണിക്കാഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പം മമ്മൂക്കയുടെ സൗണ്ട് മാത്രം കൊടുത്തതുകൊണ്ട് പിന്നെ ഈ പേടിപ്പിക്കുന്ന ചില സൗണ്ടുകളൊക്കെ പുറപ്പെടുവിക്കുന്നൊക്കെ പറഞ്ഞപ്പം ഒരു ഡൗട്ട്
കാരണം ജയറാമേട്ടനെ സിനിമയിൽ സെലക്ട് ചെയ്യാൻ കാരണം മിമിക്രി ആൾക്കാർ അംഗീകരിക്കും. അതുകൊണ്ട് ജയറാമേട്ടൻ തന്നെ ഈ കൊലപാതകം ചെയ്യുന്നതായിരിക്കാം. കുറേ ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സിനിമ എന്തായാലും തിയേറ്ററിൽ പോയി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം എങ്ങനെ ആയിരിക്കും. മമ്മൂക്ക അതിനകത്തുണ്ടോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ വോയിസ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഞെട്ടിക്കട്ടെ. ജയറാമേട്ടൻ്റെ ഒരു നല്ലൊരു തിരിച്ചുവരവാണ്. ജയറാമേട്ടൊക്കെ നല്ല തിരിച്ചുവരെന്ന് പറയാം. ജയറാമേട്ടൻ എവിടെയും പോയിട്ട് നല്ല രീതിയിൽ അദ്ദേഹത്തെ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ പണ്ട് ജയറാമേട്ടൻ്റെ കോമഡി ചിത്രങ്ങളും കുടുംബ ചിത്രങ്ങളൊക്കെ കണ്ട് വളരെ റിപ്പീറ്റ് വാല്യൂള്ള ഒരുപാട് പടങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ വന്ന് എന്താ ഞാൻ പറയാ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദിലീപേട്ടൻ്റെ ഒരു കാലം തുടങ്ങിയ സമയം തൊട്ട് ജയറാമേട്ടൻ ഡൗൺ ആയി വന്നു. അതായത് ദിലീപേട്ടൻ ഇങ്ങനെ മേലോട്ട് ഗ്രാഫ് കൂടി വന്ന് ജയറാമേട്ടൻ അതനുസരിച്ച് താഴോട്ട് വന്ന് നിൽക്കുകയായിരുന്നു. എന്തായാലും ഇതിലൂടെ നല്ലൊരു സിനിമ ഉണ്ടാവട്ടെ. അല്ലെങ്കിൽ ഇപ്പം കുറച്ച് സെലക്റ്റീവ് ആയെന്ന് തോന്നുന്നു. ഇങ്ങനെ നല്ല ചിത്രങ്ങൾ ഇത് നല്ല ചിത്രം ആയിട്ട് മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഓക്കെ, ബൈ.